ക്രിമിനൽ കേസുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ കേരള സർവകലാശാല. ബിരുദ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. സത്യവാങ്മൂലം ലംഘിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പലിന് റദ്ദാക്കാം. കോളേജ് കൌൺസിലിംഗ് മാത്രമേ പിന്നീട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാകൂ. ലിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, എന്താണ് പുതിയ നടപടി? ഒട്ടും പ്രായോഗികമല്ലാത്ത വിദ്യാർത്ഥികൾക്ക് വലിയ തരത്തിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് നിലവിൽ ഇപ്പോൾ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഉപസമിതി കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആൾക്ക് അഡ്മിഷൻ നൽകരുത്. ഏത് കോളേജുകളിൽ ആയാലും, ഒപ്പം തന്നെ ഏത് PGക്കായാലും ഒപ്പം UGക്കായാലും ഒക്കെ ഏത് സിലബസിൽ പഠിക്കാനായാലും ഇത്തരത്തിൽ അഡ്മിഷൻ നൽകരുത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ഒരു ആദ്യ നടപടിയാണ് ഇപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് സാധാരണ നിലയിൽ ഏതെങ്കിലും തരത്തിൽ വാഹനം ഇടിക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെടുകയോ ചെയ്യുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം പൂർണ്ണമായും നിഷേധിക്കുന്ന നിലയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇത് പോകുന്നത്. പ്രധാനമായും വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട പ്രവർത്തകർ ഉൾപ്പെടെ ഇത്തരത്തിൽ പലതരത്തിൽ സമരത്തിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയേർക്കപ്പെടാറുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ അഡ്മിഷൻ നിഷേധിക്കാനുള്ള സാധ്യത കൂടി ഒരുങ്ങുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കോളേജ് കൌൺസിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. വിദ്യാർത്ഥി സംഘടനകൾ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ടോ? അവരുടെ പ്രതികരണം വരുന്നതേ ഉള്ളൂ. ഇതിനെ ഇപ്പോൾ സിൻഡിക്കേറ്റ് പറയുന്ന മറുപടി, സർവകലാശാല പറയുന്ന മറുപടി എന്ന് പറയുന്നത് വർക്കലയിലെയും ഒപ്പം തന്നെ മറ്റ് 2 കോളേജുകളിലെയും ഓരോ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള ആളാണ് എന്നുള്ള തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കോടതിയിലെ കേസ് നിലനിൽക്കുന്നതിനാലാണ് തൽക്കാലത്തേക്ക് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നാണ് അവർ പറയുന്നത്. ഇത് എല്ലാ കോളേജുകളിലും നടപ്പാക്കാനുള്ള തീരുമാനമല്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പ്രധാന അധ്യാപകർ, പ്രിൻസിപ്പൽമാർക്കൊപ്പം തന്നെ കോളേജ് കൌൺസിലിന് ഇത്തരത്തിൽ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ അത് അവരുടെ മാത്രം വിവേചനാധികാരമായി ചുരുങ്ങപ്പെടും എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഒക്കെ ഭാഗമായി ചില വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നിഷേധിക്കാനുള്ള കാരണമായി കൂടി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അതിന്റെ ഉത്തരവായി ഇറങ്ങിയിട്ടില്ല. കൂടുതൽ വിശദീകരണം സ്വാഭാവികമായും സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരിക്കുന്നു. ധന്യ. ശരി വിജയൻ.